ക്ഷമിക്കണം. എനിക്ക് ശ്രീ പ്രഭാതിനോട് മറുപടി പറയാനുള്ളത്, 1,00,000 രൂപയ്ക്ക് ഒരു കച്ചവടം തുടങ്ങിയിട്ട് 2 കോടിയോ 10 കോടിയോ കച്ചവടം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. മുതൽ മുടക്ക് 1,00,000 ഉള്ളൂ, അതുകൊണ്ട് 2 കോടിയുടെ അല്ലെങ്കിൽ 10 കോടിയുടെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഗതി ഇല്ല. പക്ഷേ CMRL പോലെ ഒരു ഗവൺമെന്റ് സ്റ്റേക്ക് ഉള്ള ഒരു കമ്പനി ഒരു കരാർ കൊടുക്കുന്ന സമയത്ത് അത് ടെൻഡർ വിളിച്ചിരുന്നോ, അതോ അത് നേരെ ഒരു ഓർഡർ കൊടുത്തിരുന്നതാണോ? യാതൊരു വിധത്തിലുള്ള ടെൻഡറും വിളിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല. ഒരു പെട്ടിക്കടയ്ക്ക് നിങ്ങൾ ഒരു 2 കോടിയുടെ ഈ പറയുന്ന ഒരു ഓർഡർ കൊടുക്കുകയാണ്. എന്നിട്ട് പ്രഭാതനോട് ചോദിക്കുന്ന സമയത്ത് ഈ 2 കോടിക്ക് നിങ്ങൾ എന്ത് സേവനമാണ് നൽകിയത് എന്ന് പറയുമ്പോൾ, അല്ല അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട, അത് നമ്മുടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ കമ്പനി ഏതാ? CMRL. സർക്കാരിന്റെ KSIDCക്ക് 15% ഓഹരിയുള്ള കമ്പനി. CMRLന്റെ ഡയറക്ടർ ബോർഡിൽ KSIDCയുടെ ഒരു നോമിനി ഡയറക്ടർ ഉണ്ട്, ശ്രീമാൻ രവിചന്ദ്രൻ. സർക്കാരിന്റെ നോമിനിയാണ് പ്രഭാത്. സർക്കാരിന്റെ, അതായത് ഈ കേരളത്തിലെ ജനങ്ങളുടെ അതായത് അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കേണ്ട ചുമതല അദ്ദേഹത്തിനായിരുന്നു. ഈ ഫ്രോഡ് കരാർ എൻട്രി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? കേരള സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഈ KSIDC എന്ന കമ്പനി എന്തെങ്കിലും സംഗതി പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല പ്രഭാത്. ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമായിരുന്നു. ഒരു കൊട്ടേഷനും ഇല്ല, ടെൻഡറും ഇല്ല, ഒന്നുമില്ല. നേരെ 1.72 കോടിയുടെ ഒരു കരാർ കൊടുത്തിരിക്കുന്നു. ആർക്കാ കൊടുത്തിരിക്കുന്നത്? 1,00,000 മുതൽ മുടക്കിയ ഒരു ഓഹരി മൂലധനമുള്ള ഒരു എക്സാലോജിക് എന്ന കമ്പനി. ഇത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ പ്രഭാതനെ വെല്ലുവിളിക്കുന്നു. 1,00,000 മൂലധനമുള്ള ഒരു കമ്പനി ഞാനിപ്പോ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ഒരു 2 കോടിയുടെ ഓർഡർ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓർഡർ ഒന്ന് വാങ്ങിച്ചു കൊടുക്കും. വെല്ലുവിളിക്കുന്നു താങ്കളെ ഞാൻ. ഇപ്പോ ഇത് ഒരു പക്ക ഫ്രോഡാണ് നടന്നിരിക്കുന്നത്. അത് CMRLന്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3-4 വർഷമായിട്ട് യാതൊരു വിധത്തിലുള്ള സേവനവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എന്റെ പ്രഭാതി ഇവിടെ പറയുക, ആ കമ്പനിക്കാർ പറയണ്ടേ എന്ത് സേവനമാണ് കൊടുത്തതെന്ന്? പറയേണ്ട ആവശ്യമില്ല. കാരണം കരാർ എഴുതിയ കമ്പനി തന്നെ പറയുന്നു ഞങ്ങൾക്കൊരു സേവനവും തന്നിട്ടില്ല. എന്താ ആ കമ്പനി പറയാ? അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ആ കമ്പനി ഇൻകം ടാക്സ് ലാഭിക്കാൻ വേണ്ടി അവർ ഒരു അപ്പീൽ കൊടുത്തതാണ്, അല്ലെങ്കിൽ ഒരു ഹർജി കൊടുത്തതാണ്. അതാണ് സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞത്, ഇത് ഒരു ബിസിനസ് ചെലവല്ല, ഇത് നിങ്ങൾക്ക് ലഭിക്കാനായി ഉണ്ടാക്കിയ കരാറാണ്, ഇതിൽ നിങ്ങൾക്ക് ടാക്സിന്റെ എക്സംഷൻ കിട്ടില്ല എന്ന്. ടാക്സിന്റെ എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സെറ്റിൽമെന്റ് ബോർഡിലേക്ക് CMRL പോയത്. തട്ടിപ്പാണ്. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയിരിക്കുന്നത് ശുദ്ധ തട്ടിപ്പാണ്, ഫ്രോഡാണ്, ഒരു വൈറ്റ് കോളർ ക്രൈമാണ്. താമസിയാതെ തന്നെ അവർ ഉള്ളിൽ പോകുമെന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ.